യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ. സത്യവിശ്വാസികളോട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. നമ്മൾ എങ്ങനെയാണ് ദിക്റിനെ കാണുന്നത്? അള്ളാഹുവിനെ എങ്ങനെയാണ് നമ്മൾ ഓർക്കുന്നത്? പലപ്പോഴും ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നത് തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ ഇതൊക്കെയാണ്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ ദിക്റായി കാണുന്നതാണ്. ഇത് തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ദിക്റുകൾ എങ്ങനെയാണ്? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ലോകത്തെ സൃഷ്ടിച്ചത് അവനാണ്, പരിപാലിച്ചു വരുന്നത് അവനാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങൾ, അതിന് നന്ദിയായിട്ടാണ് ഞാൻ ഹംദ് പറയുന്നത് എന്ന് നമുക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന് ദിക്ർ ചെല്ലേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റു ചിലതിനെയും ഖുർആൻ ദിക്ർ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനെ കുറിച്ച് തന്നെ അള്ളാഹു പറയുന്നത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ദിക്റായിട്ടാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത്. ഖുർആനെ ഇറക്കി എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പറയുന്നത് ദിക്റിനെ ഇറക്കി. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനുള്ള ദിക്റാണ്. അതേപോലെ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വല ദിക്റുല്ലാഹി അക്ബർ. നമസ്കാരം മ്ലേച്ഛതയിൽ നിന്നും മോശമായതിൽ നിന്നുമൊക്കെ നമ്മെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വല ദിക്റുല്ലാഹി അക്ബർ. നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവോടുള്ള ഓർമ്മ തന്നെയാണ്. അതേപോലെ ജുമഅയെക്കുറിച്ച് പറയുമ്പോഴും യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. ജുമഅക്ക് നിങ്ങൾ വരണം എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ വരണം എന്നാണ്. ജുമഅ നമസ്കാരത്തിന് നമ്മൾ പോയാൽ അള്ളാഹുവെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് അവിടെ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് അത് ദിക്റാണ്. പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. വളരെ മനോഹരമായി പ്രപഞ്ചം സൃഷ്ടിച്ചു വെച്ചതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ കിടന്നും ഇരുന്നും അതേപോലെ നിന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും കടന്നു വരേണ്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്നുള്ളത്. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ് മനസ്സ് ശാന്തമാകുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടാകുമ്പോൾ അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഏത് പ്രതിസന്ധിയിലും ലോകസൃഷ്ടാവായ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഏറ്റവും നല്ല വഴി അള്ളാഹുവിൻ്റെ ദിക്ർ നിരന്തരമായി ഉണ്ടാവുക എന്നതാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.